ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായിട്ട് 2 വാഗ്ദാനങ്ങളായിരുന്നു കൊടുത്തത്. മെയിനായിട്ട് അത് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന 2 വാഗ്ദാനങ്ങളാണ്. ഒന്ന് KSRTCയിലെ പെണ്ണുങ്ങൾക്കുള്ള ഫ്രീ റൈഡ്, പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ലീഗലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ടെക്നിക്കലി പോസിബിൾ ആണോ, അതാണ് ഇന്ന് വീഡിയോയിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മുടെ KSRTC ഇതിനെ നോക്കാം. അതായത് അടുത്ത മാസം ജൂൺ 15-ാം തീയതി മുതൽ എല്ലാ KSRTCയും ഫ്രീ ആക്കും എന്നാണ് പറയുന്നത്, നിലവിൽ പറയുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല. അതായത് 1-2 ബസ്, അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പിങ്ക് KSRTC ബസ്, ആ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഓരോ പിങ്ക് ബസ്സുകൾ കാണും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ പിന്നെയും ടെക്നിക്കലി പോസിബിൾ ആണ്. അല്ലാണ്ട് എല്ലാ KSRTC ബസ്സും ഫ്രീ ആക്കുകയാണെങ്കിൽ ഈ KSRTCക്ക് ഡീസൽ അടിക്കണം, പിന്നെ ഈ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതായത് ഈ വണ്ടികൾക്ക് പണി ഉണ്ടാവുമല്ലോ. എന്തായാലും എഞ്ചിൻ ഡീസൽ വണ്ടിയാണ്, ഓയിൽ മാറണം, അതിൻ്റെ കുറേ ടെക്നിക്കൽ ഇതുണ്ടാവുമല്ലോ. ഇതൊക്കെ ഈ KSRTCയിലെ ലാഭം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഫ്രീ ആക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫ്രീ കണ്ടാലും നമ്മളെല്ലായിടത്തും വലിഞ്ഞു കയറും. അപ്പോൾ ഈ KSRTCയിൽ സ്ത്രീകളുടെ ഇത് കൂടുകയും ചെയ്യും, പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാർ പ്രൈവറ്റ് ബസ്സിൽ സ്ത്രീകൾ കയറുന്നത് കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രൈവറ്റ് ബസ്സിൽ ആൾക്കാർ കയറാൻ പ്രൈവറ്റ് ബസ്സിൽ പുരുഷന്മാർ മാത്രമാവും, സ്റ്റുഡൻസ് മൊത്തം പ്രൈവറ്റ് ബസ്സിൽ കയറും. KSRTCയിൽ സ്റ്റുഡൻസിന് കയറിയിട്ട് വലിയ പ്രയോജനമില്ല, ഇത് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ മൊത്തം സ്റ്റുഡൻസും ഇതും കയറുമ്പോഴത്തേക്കും പ്രൈവറ്റ് ബസ്സുകാരുടെ ഇതും ജീവിതം ഏകദേശം കോഞ്ഞാട്ടയാവും. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകാർ സമരത്തിൽ വരും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് ചില പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ ബസ് മേഖല സ്തംഭിക്കും, അത്രേ ഉള്ളൂ. ചാർജ് വർദ്ധനവ് ഇനി അങ്ങനെ വർദ്ധിപ്പിച്ചാലും ജനങ്ങൾക്ക് ക്ഷീണം തന്നെയല്ലേ അത്. ഇപ്പോൾ KSRTC ബസ്സിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആക്കാൻ പോവാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരെ നിങ്ങൾക്ക് എന്താണ് പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തന്നെ. പെൺകുട്ടികൾ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഫ്രീ. അപ്പോൾ ആ കൂടെ വരുന്ന ആണുങ്ങൾ അതിൽ തന്നെ പോകാണ്ട് പ്രൈവറ്റ് വണ്ടി പോവില്ലല്ലോ, KSRTC തന്നെ പോവുക. അപ്പോൾ നമുക്ക് ക്ഷീണം തന്നെ. ശരിക്കും സ്ത്രീകൾക്ക് അങ്ങനെയല്ല കൊടുക്കേണ്ടത്, സ്റ്റുഡൻസിന് ഫ്രീ അല്ല കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് ബസ് പോലത്തെ ഒരു 3-4 ബസ് ഇറക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിന് സൗജന്യ യാത്ര അനുവദിക്കല്ലേ വേണ്ടേ. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് മാത്രം പിള്ളേർക്ക് ഇങ്ങോട്ട് പോകണം, KSRTCയിൽ മാത്രം ഫുൾ ടിക്കറ്റ് വരണമെന്നല്ലോ. അതിപ്പോൾ ഇവിടെ ഉടനെ ഒരു 50% KSRTCക്കും ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. യെസ്, ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ജൂൺ 15-ാം തീയതി ചിലപ്പോൾ ഒരു മാസം ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുമായിരിക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഇനി എന്താ നടക്കാൻ പോകുന്നത് വെച്ചാൽ ഇനി ഭയങ്കര സമരമായിരിക്കും. അതായത് 15-ാം തീയതി തൊട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പ്രൈവറ്റ് ബസ്സിൽ പെണ്ണുങ്ങൾ കയറാതിരിക്കുകയും പ്രൈവറ്റ് ബസ്സിൽ മൊത്തം സ്റ്റുഡൻസ് കയറാൻ തുടങ്ങും. സ്റ്റുഡൻസ് പറയുമ്പോൾ ഇവർക്ക് നോർമലി ഡീസൽ ഒന്നും കിട്ടാണ്ടാവും പ്രൈവറ്റ് ബസ്സുകാർക്ക്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ സ്ട്രൈക്കിന് പോകും, ഇവർ പ്രൈവറ്റ് ബസ് ഓടിക്കായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സമ്മർദ്ദം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 15-ാം തീയതി തൊട്ട് ജൂൺ 15-ാം തീയതി തൊട്ട് ഇനി KSRTCയുടെ ഇതെല്ലാം വരുന്ന സമയത്ത് ആദ്യം കാണിക്കാനായിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഫ്രീ ഒക്കെ ആക്കുമായിരിക്കും, അതൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ലോജിക്കലി സ്പീക്കിംഗ് നടക്കുന്ന കാര്യമല്ല. ലോജിക്കലി സ്പീക്കിംഗ് നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി. അതായത് ഈ KSRTC ഫ്രീ ആക്കി കൊടുക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു 70+ ഏജ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രീ ആക്കി കൊടുക്കുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അവർക്കൊരു പാസ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. കുറച്ച് ടിക്കറ്റ്സേ പോവുള്ളൂ ഫ്രീ ആയിട്ട്, അത് ലോജിക്കലി പോസിബിളാണ്. അല്ലാണ്ട് സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികൾ വരെ ഉണ്ടാവും. കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായുള്ള സ്ത്രീകൾ വരെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ മൊത്തം ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന, അതായത് 1-2 ദിവസം ഓക്കെ, ഇത് 5 വർഷത്തേക്ക് ഇങ്ങനെ നടക്കുന്ന കാര്യം ടെക്നിക്കലി പോസിബിൾ അല്ല. അത് ഇവർ ഇപ്പോൾ 15-ാം തീയതി ഇപ്പോൾ കയറിയേ ഉള്ളൂ. ഇപ്പോൾ 15-ാം തീയതിയിൽ ഇവർ ഇത് കയറുമ്പോഴത്തേക്കും ഒരു 2-3 ദിവസം ഓടിക്കും, ഫ്രീ ആയിട്ട് ഓടിക്കും. അതിനുശേഷം ഫുൾ സമരമായിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ബസ് ഇറക്കും. ഒരു KSRTCയുടെ ഓരോ ജില്ലയ്ക്കും ഓരോരോ പിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കും. അന്നത്തെ സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആണെന്ന് പറയും, ബാക്കിയുള്ള നോർമൽ KSRTC ബസ്സിൽ ഫ്രീ അല്ലാത്ത രീതിയിൽ യാത്ര വയ്ക്കും. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ ആ പിങ്ക് ബസ് പോലും വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലാണ്ട് ടെക്നിക്കലി അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ടോപ്പിക് കാർ മോഡിഫിക്കേഷൻ. ഇതും ഒരു നടക്കാത്ത കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എടുത്തു പറയും നടക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ഇന്നത്തെ കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റൂൾ ചേഞ്ച്, പ്രോപ്പറായിട്ട് റൂൾ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര, അത് യുവാക്കളുടെ ഇടയിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, പ്രതീക്ഷയായിരുന്നു കൊടുത്തത് UDF വരണമെന്ന് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വരാൻ പോകുന്നില്ല. അതായത് ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിലവിൽ ലീഗലായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ചിങ്, അതൊരു ലീഗൽ മോഡിഫിക്കേഷൻ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള ഇതാണ്. ഇപ്പോൾ നമുക്ക് കൂളിംഗ് ഫിലിം ഇത്രയും ഒരു 50% താഴെയുള്ള ഏതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. 50% ആ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അതിന് ഫൈൻ കിട്ടത്തില്ല. പിന്നെ അല്ലറ ചില്ലറ ടയർ അലോയ്സ് ഇടുന്നതിന് കുഴപ്പമില്ല. അതായത് ആ പുറത്തോട്ട് അബ്സൈസ് ചെയ്തിരിക്കുന്ന, പുറത്തോട്ട് തള്ളി നിൽക്കാത്ത രീതിയിൽ വീലിൻ്റെ ആ ഒരു ആർച്ചിൽ നിൽക്കുന്ന അലോയ്സും ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നിലവിലത്തെ ഇതിൽ പ്രകാരം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇനി ഇവർ മാറ്റം എന്തുകൊണ്ടിരുന്നു, ഇവരുടെ മാറ്റം, അതായത് മോഡിഫിക്കേഷനൊക്കെ അലൗ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും, അപ്പോൾ ഈ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് MVDക്ക് വേറൊരു ഇത് ക്രൂവിനെ വരെ വെച്ചിട്ട് അപകടമല്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ അലൗ ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇവർ നോക്കുന്ന സമയത്ത് അപ്സൈസ് ചെയ്ത ടയർ റോട്ടിൽ ഇറക്കാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്താലും ഈ താറിലൊക്കെ കാണുന്ന പോലെ പുറത്തോട്ട് ചാടി നിൽക്കുന്ന ടയർ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഒരിക്കലും അത് അലൗ ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അത് അപ്സൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അതായത് സ്പീഡിൽ നമ്മൾ നോർമൽ സ്പീഡിൽ പോകുന്ന സമയത്ത് വൈബ്രേഷൻ വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ ചെളിയെല്ലാം കൂടെ ബാക്കിലത്തെ ആൾക്കാർ ദേഹത്ത് തെറിക്കും. ആ കുറേ പ്രോബ്ലംസ് കൊണ്ട് ഒരിക്കലും അലൗ ചെയ്യാത്തൊരു മോഡിഫിക്കേഷൻ ടയർ അപ്സൈസിങ്. ടയർ അലൗ ചെയ്യും, അതായത് അലോയ്സും ടയറും നിങ്ങൾക്ക് ഇടാം. ആ വീലാർച്ചിൻ്റെ ആ രീതിയിൽ തന്നെ ഉള്ളത് ഇതിൽ നിങ്ങൾക്ക് ടയറും അലോയ്സും ഇടാം, പക്ഷേ ടയർ അപ്സൈസിങ് സമ്മതിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ ഇത് ലൈറ്റ്സ്, ഒരു തരത്തിലുള്ള HID ആയിക്കോട്ടെ LED ആയിക്കോട്ടെ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് അലൗ ചെയ്യാൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ കമ്പനി അതൊരു ഒരു ബേസ് മോഡൽ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് നോർമലായിട്ടായിരിക്കും വരുന്നത്. ആ ബേസ് മോഡൽ വണ്ടിയുടെ ടോപ്പ് മോഡലിൽ കാണുന്ന ഹെഡ്ലൈറ്റ്, അത് DR-ലുള്ള ഹെഡ്ലൈറ്റ് ആണ്, ആ ലൈറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ മാരുതി ബലേനോയുടെ ബേസ് മോഡലിന് നിങ്ങൾക്ക് നോർമൽ ലൈറ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിൽ മറ്റേ DR-ലും മറ്റേ പ്രൊജക്ടറായിട്ടുള്ള ഹെഡ്ലൈറ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഹെഡ്ലൈറ്റ് നിങ്ങളുടെ ബേസ് മോഡൽ കാറിന് യൂസ് ചെയ്യാം. അത് ലീഗലാണ്. അത് ടോപ്പ് മോഡൽ വേരിയൻസിന് വരുന്ന എന്ത് മോഡിഫിക്കേഷനും നമ്മുടെ ബേസ് മോഡൽ കാർസിന് വരുന്നതിന് കുഴപ്പമില്ല. പിന്നെ ലീഗലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മോഡിഫിക്കേഷൻ വെച്ചാൽ ഓഡിയോ സിസ്റ്റം ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാർ സീറ്റ്സിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ആ ടൈപ്പ് മോഡിഫിക്കേഷൻസ് മാത്രമേ നിലവിൽ ലീഗലാക്കാൻ സാധ്യതയുള്ളൂ. സൗണ്ട് ഹോൺസ് അതൊന്നും പറ്റാത്ത കാര്യമല്ല. പിന്നെ റാപ്പിംഗ്, കാർ റാപ്പ് ചെയ്യുന്ന അത് എങ്ങനെ പോലും ഇറ്റ്സ് ടോട്ടലി ഇമ്പോസിബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേപോലെ കാർ ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് കാർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാർ കളർ മറക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരാൾ റാപ്പ് ചെയ്തിട്ട് വേറൊരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് ആ റാപ്പ് മാറ്റുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഫൈൻഡ് ഹിം. അപ്പോൾ കാർ റാപ്പ് ചെയ്യുന്നതും അത് ഇല്ലീഗൽ തന്നെയായിരിക്കും, അത് ഒരിക്കലും ലീഗലാക്കാൻ പോകുന്നില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ്, അത് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് അപ്ഗ്രേഡ്സ് ചിലപ്പോൾ അലൗ ചെയ്യായിരിക്കും. അതായത് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ, അതായത് നിങ്ങളുടെ ബലേനോയ്ക്ക് വരുന്നൊരു സസ്പെൻഷൻ ഇപ്പോൾ മാരുതിയുടെ സസ്പെൻഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ബിൽ സ്റ്റീലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. സസ്പെൻഷൻ അപ്ഗ്രേഡ്സ് ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. എയർ സസ്പെൻഷൻ അല്ല, പ്രത്യേകം നോക്കണം. എയറോമാറ്റിക് സസ്പെൻഷൻസ് ഒക്കെ അലൗഡ് അല്ല, കംപ്രസർ വരുന്നതുകൊണ്ട് അത് ഒട്ടും അലൗ ചെയ്യത്തില്ല. അതേ ടൈപ്പായിട്ടുള്ള കോയിലോവേഴ്സ് ടൈപ്പായിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് കോയിലോവേഴ്സ് സസ്പെൻഷൻ ബെറ്റർ റൈഡ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ അലൗ ചെയ്യും. അല്ലാത്ത പക്ഷമുള്ള ഒരു മോഡിഫിക്കേഷൻസും അലൗ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇനി അലൗ ചെയ്യാൻ പോകുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, നമുക്ക് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽട്ടർ, അത് നമ്മുടെ വണ്ടി വരുന്നത് റീപ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് BMCയുടെ ഒക്കെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റേഴ്സൊക്കെ വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാം, ഇത് കുഴപ്പമില്ല. അല്ലാത്ത വേറെ പിന്നെ ഇൻറ്റീരിയേഴ്സും പിന്നെ ഓഡിയോ സിസ്റ്റം ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. കണ്ടോ, ടയർ അപ്സൈസ് ചെയ്യുന്നു സമ്മതിക്കത്തില്ല, ഇത് പേരൊക്കെ പറയും. പിന്നെ സ്റ്റിക്കറിങ്, അതായത് ഈ നമ്മുടെ ഒരു മിനിമൽ ഇപ്പം നിലവിലത്തെ റൂൾ പ്രകാരം നമുക്ക് സ്റ്റിക്കറിങ് ചെയ്യാം, പക്ഷേ മിനിമൽ സ്റ്റിക്കറിങ് ആയിരിക്കും. നമ്പേഴ്സ് വരാൻ പാടില്ല, നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം വരാൻ പാടില്ല. ബ്രാൻഡിൻ്റെ നെയിമും ഇതൊക്കെ വരണമെങ്കിൽ വണ്ടി ടാക്സി കാർ ആകണം. ടാക്സി കാർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലാത്ത പക്ഷം പ്രൈവറ്റ് കാർസിനൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും, ഒന്ന് KSRTC ഫ്രീ റൈഡും പിന്നെ മോഡിഫിക്കേഷനും. ഈ KSRTC ഫ്രീ റൈഡ് 15-ാം തീയതി തുടങ്ങും, പേര് തുടങ്ങി വെക്കും. അത് ഒരു മാസം പോലും ലാസ്റ്റ് ചെയ്തില്ല. അതിന് മുമ്പേ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ നല്ല രീതിയിൽ സമരവും നല്ല രീതിയിൽ പ്രഷറും വരും. മോഡിഫിക്കേഷനും ഇതും എല്ലാവരും വായും പൊളിച്ച് നോക്കിയിരിക്കുന്നത്, ഇതും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്നത്. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.